14 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ നിവിൻ പോളിയുടെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ എവർ ടൈം തട്ടത്തിൻ മറയത്ത്. ഞാനിപ്പോൾ ഉള്ളത് തട്ടത്തിൻ മറയത്തിൻ്റെ ലൊക്കേഷനിലാണ്. ആയിഷയുടെ കത്ത് തുറന്ന് നോക്കിയ വിനോദിൻ്റെ ആ ഒരു സീൻ നമുക്ക് ഓർമ്മയില്ലേ? ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത ആ ഒരു ആൽമരത്തിന് കീഴിലാണ് ഞാനുള്ളത്. തലശ്ശേരി കടൽപ്പാലത്തിനടുത്തുള്ള ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ഇവിടെ വെച്ചാണ് നിവിൻ പോളിയുടെ ഈ ഒരു സീൻ ഷൂട്ട് ചെയ്തത്. തലശ്ശേരിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ ഒരു ആൽമരം കണ്ടില്ലേ? ഇന്നെന്നാ ഈ ആൽമരം ഇവിടെ ഇല്ല. ഈ ആൽമരം ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഞാനൊരിക്കലും ഇവിടെ വന്നപ്പോൾ ഈ ഒരു ആൽമരം മുറിച്ച് മാറ്റിയതാണ് കണ്ടത്. പക്ഷേ ഈ ഷൂട്ട് ചെയ്യുന്ന ടൈമിലൊന്നും ഇത് മുറിച്ച് മാറ്റിയില്ല. തലശ്ശേരിയിലും കണ്ണൂരൊക്കെ ആയിട്ടാണ് തട്ടത്തിൻ മറയത്ത് ഷൂട്ട് ചെയ്തത്. ഈ ഒരു സ്റ്റെപ്പ് പലർക്കും ഓർമ്മയുണ്ടാവും. നിവിൻ പോളി ആയിഷയുടെ ലെറ്റർ വാങ്ങാൻ വേണ്ടി ഓടി ഇറങ്ങി വരുന്ന ആ ഒരു സ്റ്റെപ്പാണിത്. വിനീത് ശ്രീനിവാസൻ്റെ എവർ ടൈം ക്ലാസിക്കാണ് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമ. ആ സിനിമ 14 ഇനിയൊരു 30 40 വർഷം കഴിഞ്ഞാലും ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി കാണാൻ പറ്റിയ സിനിമയാണ് തട്ടത്തിൻ മറയത്ത്. അതുകൊണ്ട് തലശ്ശേരി വരുമ്പോൾ ഞാനെപ്പോഴും ഈ സ്ഥലത്ത് വന്ന ആദ്യം ഓർക്കുന്നത് തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയെ പറ്റി തന്നെയാണ്. കാരണം തട്ടത്തിൻ മറയത്ത് കൂടാതെയും ഇവിടെ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തട്ടത്തിൻ മറയത്ത് തന്നെയാണ് എന്നും എൻ്റെ ഈ മനസ്സിൽ ഓർമ്മയുണ്ടാവുക. ഈ സ്ഥലമൊക്കെ ഇന്ന് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ ഷൂട്ട് ചെയ്ത വിനോദ് കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഫ്രണ്ട് കത്ത് കൊണ്ട് വരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഞാനൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. അജു വർഗീസും ഫ്രണ്ടും ഇവിടെ ഇരുന്ന് ക്യാമറ കൊണ്ട് കളിച്ച ആ ഒരു സ്ഥലമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. തട്ടത്തിൻ മറയത്തിലുള്ളത് പോലെയല്ല ഇന്ന് ഈ ലൊക്കേഷൻ ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള ഈ ഒരു മേക്കിങ് നിങ്ങൾ വേറൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഈ ലൊക്കേഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള തല്ലുമാല എന്ന സിനിമയിലാണ് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ വീണ്ടും കണ്ടത്. കാരണം തട്ടത്തിൻ മറയത്തും തല്ലുമാലയും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് തട്ടത്തിൻ മറയത്തിലുള്ളത് പോലെയല്ല ഇവർ ഈ ഒരു സ്ഥലം നല്ല രീതിയിൽ മാറ്റിയെടുത്തു. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുത്തു. തട്ടത്തിൻ മറയത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ വേറെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ചരക്കൊക്കെ ഇറക്കുന്ന ആ ഒരു സ്ഥലം മാത്രമായിരുന്നു ഇത്. പക്ഷെ എന്നാൽ ഇന്നിത് ഒരു ടൂറിസ്റ്റ് പ്ലേസും ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. തല്ലുമാല മാത്രമല്ല, ഇവിടെ തുറമുഖം എന്ന സിനിമയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്ട്രീറ്റിലാണ് തുറമുഖം എന്ന സിനിമ സെറ്റിട്ട് അവർ ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ സെറ്റിട്ടാണ് തല്ലുമാലയും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ വരുന്ന ടൈമിൽ ഒരിക്കൽ ചാവേർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ ഹബ്ബ് തന്നെയാണ് ഈ തലശ്ശേരി കടൽപ്പാലം എന്ന് പറയുന്നത്. ഈ കാണുന്ന ബസ് ഇതൊരു കാരവാനാണ്. ഈ കാരവാൻ നമ്മുടെ കുഞ്ചാക്കോവൻ്റെതാണ്. ഈ ഒരു സ്ട്രീറ്റ് കണ്ടില്ലേ, ഇത് തല്ലുമാല എന്ന സിനിമയിൽ ടോവിനോ ഡാൻസ് കളിച്ച ആ ഒരു സ്ട്രീറ്റാണ്. ആ ഒരു സ്ട്രീറ്റ് ഇപ്പോൾ ചാവേർ എന്ന സിനിമയ്ക്ക് വേണ്ടി മാറ്റിയതാണ് ഈ കാണുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇടുന്നതായിരിക്കും. എന്തായാലും തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയുടെ ലൊക്കേഷൻ കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ മറ്റ് സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വിനീത് ശ്രീനിവാസൻ്റെ ക്ലാസിക് തട്ടത്തിൻ മറയത്ത് എന്നും നമുക്കൊരു ഫ്രഷ്നെസ് നൽകുന്ന സിനിമയാണ്.